ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ ഇവിടെ റാഹത്താണ്. ഏകദേശം നമ്മളെ റമളാൻ മാസം കഴിയാനായി തുടങ്ങി. അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ അടിപൊളിയായിട്ട് തന്നെ പോണില്ലേ? ഇവിടെ ഇന്നലെ രാത്രി നല്ല മഴയാണ് കേട്ടോ, ഇടിയും മഴയും ഉണ്ടായിനി. അതുകൊണ്ട് രാവിലെ കുറച്ചൊക്കെ ഒരു തണുപ്പുണ്ട്. 2 റെസിപ്പീസ് ഒക്കെ ഉൾപ്പെടുത്തിയൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ അത്. അപ്പോൾ രാവിലെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായി. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി വന്നതിന് ശേഷമാണ് കേട്ടോ കിച്ചണിലേക്ക് കയറിയത്. ഇന്ന് ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി വെക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ചിക്കനൊക്കെ ഒന്ന് മസാല വെച്ച് വെക്കുകയാണ്. പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തതാണ്. ബിരിയാണി പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. മന്തി, കപ്സൊക്കെ ആണെങ്കിൽ ഇക്കൊക്കെ വലിയ താല്പര്യമില്ല. എനിക്കും മക്കൾക്കാണ് പിന്നെ ഇഷ്ടം. ചിക്കൻ്റെ ലെഗ് പീസൊക്കെ പൊരിക്കണ കണ്ടപ്പോൾ തന്നെ ഷാമോന് ബുക്ക് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ലെഗ് പീസിൻ്റെ ആൾ അവനാണ്. ഇസുവിന് പിന്നെ അതിനെപ്പറ്റി വലിയ ധാരണ ഇല്ല, അതുകൊണ്ട് ഇവിടെ അടി നടക്കണില്ല. അപ്പൊ ഷാമോന്റെ മാതിരി ലെഗ് പീസിനോട് ആരൊക്കെങ്കിലും ക്രേസ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ചിക്കനൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഉള്ളിയും കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. പണ്ട് നമ്മളെ ചെറുപ്പത്തിലൊക്കെ ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞ ഒരുപാട് ബുദ്ധിമുട്ടേനി അല്ലേ. ബിരിയാണി ഉണ്ടാക്കാൻ അറിയണോലെ തന്നെ വളരെ ചുരുക്കേനി. വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ബിരിയാണി ഉണ്ടാക്കാൻ അറിയണോലെ സെർച്ച് ചെയ്യലേനി കേട്ടോ. പിന്നെ ഓരോ അസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ നിൽക്കും വേണം. എന്താണല്ലേ, അതൊരു കാലം. പക്ഷെ ഇന്നതല്ലല്ലോ. ഇപ്പൊ ഏത് ചെറിയ കുട്ടികൾക്കും വളരെ ഈസിയാണ് ബിരിയാണി ഉണ്ടാക്കാൻ. അപ്പൊ ഞാൻ ചോറ് വെക്കുന്നത് റൈസ് കുക്കറിലാണ്, നെയ്ച്ചോറായിട്ടാണ് വെക്കുന്നത്. ഈ ഒരു പരിപാടി എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നിട്ടോ. അരി കളന്നിട്ടുള്ള വെള്ളത്തിൽ തന്നെ ഞാൻ പട്ട, പൂവ്, ഏലക്കായി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചെറിയൊരു ക്യാരറ്റിന്റെ പീസും കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ വേറൊരു പാനിൽ ഞാൻ കുറച്ച് നെയ്യിൽ നമ്മളെ ഉള്ളി, കാഷ്യൂനട്ട്, കിസ്മിസും കൂടി ഫ്രൈ ചെയ്തിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ചേർക്കാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ള സ്റ്റീൽ പാത്രത്തിന്റെ അടികട്ടി കുറവായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അരിയൊക്കെ ഒന്ന് കഴുകാം. ബിരിയാണി വെക്കുന്ന തുടക്കക്കാർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ ഈ റൈസിൽ ഇറക്കി വെക്കൽ. ഇതിലാകുമ്പോൾ പിന്നെ നമുക്ക് ചോറ് വേവേറുന്നോ അതോ അടി പിടിക്കുന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ എനിക്ക് തോന്നിയത് ഈ റൈസിൽ ഇറക്കി വെക്കണ ഈ നെയ്ച്ചോറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. കാരണം തമ്മിൽ ഒട്ടി പിടിക്കുകയോ ഒരു കട്ട പിടിക്കുകയോ ഒന്നും ചെയ്യൂല കേട്ടോ. നല്ല റെഡിക്ക് തന്നെ നിൽക്കും. അങ്ങനെ നമ്മളെ ബിരിയാണിക്കുള്ള മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഉപ്പുണ്ടോന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നോമ്പായതുകൊണ്ട് ഞാൻ ഇതൊന്നും ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ, ഏകദേശം ഒരു അളവിട്ടതാണ്. അപ്പൊ നമ്മൾ അരിയിലുള്ള ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ആകുമ്പോൾ നമുക്ക് റൈസിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. പിന്നെ ഒക്കെ ഓരോരുത്തരുടെ അരിന്റെ വേവിനനുസരിച്ചാണല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അരി വേവ് കൂടുന്നുള്ള ടെൻഷനൊന്നും ഇല്ല. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാലോ അരി വന്നിട്ടുണ്ടോന്ന്. ബിരിയാണിക്ക് ആകുമ്പോൾ മാത്രം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്താൽ മതിട്ടോ. മറ്റേ നെയ്ച്ചോറനാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേ ആവശ്യമില്ല. നമ്മൾ എപ്പോഴാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് അപ്പോൾ എടുത്താൽ മതി. നല്ല ചൂടുണ്ടാവും, പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അങ്ങനെ നമ്മളെ ബിരിയാണി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ദമ്മിടാണ്. എയർ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ വെളുത്തുള്ളിൻ്റെ തണ്ടാണ് കേട്ടോ വെക്കല്. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും വെക്കണോലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളെ ബിരിയാണി പണി കഴിഞ്ഞ്. ഇനി ഞാൻ ഇന്ന് ഈ ഒരു മത്തം വെച്ചിട്ടാണ് കേട്ടോ നല്ലൊരു അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഡ്രിങ്ക് റെഡിയാക്കാൻ ആദ്യം തന്നെ മത്തനൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. വേവിച്ച മത്തന് തണുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് പഞ്ചസാര, മിൽക്ക് മെയ്ഡ്, കുറച്ച് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. വാനില എസൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അതിന് അളവ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പാലും കൂടിയും ചേർത്ത് കൊടുക്കട്ടോ. ഒരുപാട് പാൽ ഇപ്പം ചേർക്കണ്ട, ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് അടിക്കാൻ പാകത്തിനുള്ള പാല് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അങ്ങനെ മത്തനൊക്കെ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള പാലും കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ നമ്മളെ മത്തം വെച്ചിട്ടുള്ള ഡ്രിങ്ക്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. മത്തം വെച്ച് ചെയ്തതാണെന്ന് ആരും പറയൂല. പിന്നെ ഇത് ഇഫ്താറിന് മാത്രമല്ല കേട്ടോ, നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പാർട്ടിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണിത്. അപ്പോൾ ആരെങ്കിലും ഇതുവരെ ഈ മത്തം വെച്ചിട്ടുള്ള ഡ്രിങ്ക് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. ഇനി അടുത്ത പരിപാടി സ്നാക്ക് ഉണ്ടാക്കലാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മോമോസ് ആണ്. ആദ്യം തന്നെ അതിലേക്കുള്ള ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അത് നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്,
വലിയുള്ളി ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ മോമോസ് 2 രീതിയിൽ ഉണ്ടാക്കുക കേട്ടോ. ചിലർ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്യാതെയാണ് ഉണ്ടാക്കല്. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കണേ. ഇനി ഇതിലേക്ക് വേവിച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിക്കന് ഞാൻ ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് മല്ലിയില കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മോമോസിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് കേട്ടോ ഈ ഫില്ലിങ് റെഡിയാക്കാൻ. ഇനി ഇത് നന്നായിട്ട് തണുക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള മൈദമാവ് ഒന്ന് പരത്തിയെടുക്കുക. ഇത് ജസ്റ്റ് ഉപ്പും വെള്ളവും കൂടിയും ചേർത്തിട്ട് മൈദ ഒന്ന് കുഴച്ച് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് പരത്തിയെടുക്കുകയാണ്. എന്നിട്ട് പരത്തിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ടോപ്പ് വെച്ചിട്ട് ചെറിയ ചെറിയ റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ചെറുതായിട്ട് പരത്തിയെടുത്താലും മതി കേട്ടോ. ഞാനും കുറച്ചൊന്ന് എളുപ്പപ്പണി നോക്കിയതാണ്. അപ്പോൾ അതാ ഇതൊക്കെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ മോമോസ് സെറ്റാക്കി എടുക്കുക. അപ്പോൾ അതാ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഫില്ലിങ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇത് മടക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി വരും. ഇനി നമ്മൾ സാരിക്ക് ഞെറിവിടണ മാതിരി തന്നെ ഞെറിവിട്ട് കൊടുക്കുക കേട്ടോ. ഇതിന് ഒരുപാട് ഡിസൈൻ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനിത് സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഞെറിവിട്ട് കൊടുത്തതിന് ശേഷം മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഡിസൈനാണ് കേട്ടോ നമ്മളെ മോമോസിൻ്റെത്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. നമ്മളെ ഫില്ലിങ് വെച്ചതിന് ശേഷം നമ്മൾ സാരിക്ക് ഞെറിവിടണ മാതിരി തന്നെ ഞെറിവിടുക കേട്ടോ. അപ്പോൾ ഫില്ലിങ് വെക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മളെ മോമോസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും കാണാൻ വേണ്ടിയിട്ട് ഒരു വെളുത്തുള്ളിൻ്റെ ലുക്കൊക്കെ ഇല്ലേ? എനിക്കിത് കണ്ടപ്പോൾ അതാണ് കേട്ടോ തോന്നിയത്. ഇനി ഇത് ഒരു സ്റ്റീമറിലോ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിലോ ലേശം എണ്ണ തടവിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത് വളരെ ഈസിയാണ് കേട്ടോ ഈ മോമോസ് റെഡിയാക്കാൻ. മോമോസ് കുക്കായി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അതിലേക്കുള്ള മോമോ ചട്ടിനി റെഡിയാക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് 3 തക്കാളി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതാണ്. പിന്നെ നമ്മളെ എരിവിനനുസരിച്ച് വറ്റൽമുളകും ഇത് രണ്ടും കൂടി ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. തിളപ്പിച്ച് തണുത്തതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക. അതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇതാ ഈ സമയം കൊണ്ട് തന്നെ മോമോസ് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഇവിടെ ഇക്കൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇനി ഇതാ നമ്മളെ മോമോ ചട്ടിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലേശം ഓയിലിൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചെറുതാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ. ഇതിലേക്ക് കൂടുതലായി എടുക്കേണ്ട വെളുത്തുള്ളിയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാണ് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ആയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞതിന് ശേഷം ഇതിലേക്ക് സോയാ സോസ്, ടൊമാറ്റോ സോസ്, വിനാഗിരി, പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇത് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ മോമോ ചട്ടിനി. എരിവും പുളിയും മധുരം കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ മോമോ ചട്ടിനിക്ക്. അപ്പോൾ ഈ മോമോ ചട്ടിനിയിൽ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലേ? മസ്റ്റായിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മളെ ഈ മത്തൻ്റെ ഡ്രിങ്കും ഇഫ്താറിൻ്റെ സമയത്ത് വിശപ്പും ദാഹവും ഒരുപോലെ മാറ്റുന്ന ഒരു ഡ്രിങ്കാണ്. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ ബിരിയാണീൻ്റെ തുമ്മ പൊട്ടിക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലെ വിശേഷങ്ങൾ. ഈ കുഞ്ഞു വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നിട്ട് പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇനിയും നല്ല നല്ല വീഡിയോസ് റെസിപ്പീസുമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വരാം. ടേക്ക് കെയർ, ബൈ.